You know, whenever I listen to our farmers, whenever I listen to our farmers, and this is across the country, they have always got complaints, always facing difficulties. ഞാൻ ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കർഷകരെ കാണുമ്പോൾ എപ്പോഴും അവരെ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് പറയാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. Today when you were speaking, I was thinking about agriculture in India. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. You were talking about man-animal conflict. Young lady over there got attacked by an elephant. നിങ്ങൾ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഒരു കുഞ്ഞു പെൺകുട്ടി അവർക്ക് തന്നെ നേരിടേണ്ടി വന്ന ആനയുടെ അക്രമത്തെ സംബന്ധിച്ച് നമ്മളോട് വിവരിച്ചു. You were talking about food storage. നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള അവകാശങ്ങൾ അതല്ലെങ്കിൽ സൗകര്യങ്ങളില്ലാത്തതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. The fact that you do not have cold storage facilities. അതിന് ശീതീകരിച്ച സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാൻ ഇവിടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. Talking about not receiving the minimum price for your goods. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, പച്ചക്കറികൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, നിങ്ങൾക്ക് താങ്ങുവില പോലും ലഭിക്കുന്നില്ല. And while you were speaking, I was thinking about this building. ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കെട്ടിടത്തെ സംബന്ധിച്ച് പോലും ഞാൻ ആലോചിക്കുകയായിരുന്നു. And I was thinking that it would be impossible for this building to be built without building a foundation, without having a strong foundation. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ മനോഹരമായ ഒരു കെട്ടിടമായി മാറണമെങ്കിൽ അതിന് ശക്തമായ അടിത്തറ വേണം. അതിശക്തമായ അടിത്തറയില്ലാതെ ഇതൊരിക്കലും ഇതുപോലത്തെ ഒരു കെട്ടിടമായി മാറുമായിരുന്നില്ല. We are able to sit here today and have this conversation. There is a roof in this building, there are pillars in this building, there are walls in this building, but without a foundation it would be impossible for anything to be constructed. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഇടത്തിന് മേൽക്കൂരയുണ്ട്, അതിന് ചുമരുകളുണ്ട്, അതിന് തൂണുകളുണ്ട്, അതിന് വാതിലുകളുണ്ട്, ജനലുകളുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടാവണമെങ്കിലും അതിശക്തമായ ഒരു അടിത്തറയില്ലാതെ ഇതൊന്നും ഇവിടെ കെട്ടിപ്പൊക്കപ്പെടുമായിരുന്നില്ല. And if somebody went to the architect who was building this building and said, build the building without a foundation, the architect would look at him and say, you're a fool. ഇതുണ്ടാക്കിയ എഞ്ചിനീയറുടെ അടുക്കൽ ചെന്ന് ഈ കെട്ടിടം ഇതിനൊരു അടിത്തറയില്ലാതെ, ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടിപ്പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് പറയുമായിരുന്നു. And it's not a complicated thing, it's a simple thing. അത് വളരെ മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒന്നല്ല, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. And just like this building needs a foundation, countries need foundations. ഈ കെട്ടിടത്തിന് എങ്ങനെയാണോ ശക്തമായ ഒരു അടിത്തറ വേണ്ടത്, അതുപോലെ തന്നെ രാജ്യത്തിനും അതിശക്തമായ ഒരു അടിത്തറ വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Country is not built in the air. Country is not built in the air. വായുവിലല്ല ഈ രാജ്യം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് ഈ നാടിനറിയാം. A roof cannot be built without walls. മേൽക്കൂര ചുമരില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. Walls cannot be built without the foundation. ആ ചുമരുകൾക്ക് അടിത്തറയായി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിനും നിലനിൽക്കാൻ കഴിയില്ല. And yet the simple fact that our farmers and agriculture is the foundation of India is not understood. വളരെ ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അടിത്തറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കർഷകനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Long lectures are given about IT, about everything else, but nobody says that nothing can be built in India without a foundation, and the foundation is the Indian farmer. വികസനത്തിന്റെ ഏത് വാതായനങ്ങൾ തുറന്നു കാണണമെന്ന് ആഗ്രഹിച്ചാലും, ഇന്ത്യയിൽ എന്തെല്ലാം നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അതൊരു അടിത്തറയില്ലാതെ നടക്കില്ല. അതിനൊരു അടിത്തറ ഉണ്ടെങ്കിൽ
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യയുടെ കർഷകരാണ് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. And it is not just that the farmer is the foundation. It is that if you do not respect your foundation, you can never build anything. ഈ രാജ്യത്തിന്റെ അടിത്തറ കർഷകരാണ് എന്ന് പറഞ്ഞു വെക്കൽ മാത്രമല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കർഷകരെ ആദരിക്കാൻ ഈ രാജ്യം പഠിച്ചിട്ടില്ലെങ്കിൽ, ആ കർഷകരെ ഈ രാജ്യം ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടിപ്പൊക്കിയതൊന്നിനും നിലനിൽപ്പുണ്ടായിരിക്കില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. And if there is one problem in our country, it is that the person who produces the foundation, the person who gives his entire life to build the foundation of our country, does not have any respect and any protection. ഖേദകരമെന്ന് പറയട്ടെ, ഈ അടിത്തറ ശക്തമാക്കുന്ന, ഈ അടിത്തറയെ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ അവരർഹിക്കുന്ന അവർക്ക് ആദരവ് ഈ ഭരണകൂടം നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. We eat food every day, but we never remember how that food came to our table. Who put that food on our table? We never remember that. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ നമ്മുടെ മേശപ്പുറത്തേക്ക് ആ ഭക്ഷണം എത്തിച്ചു തരുന്ന കർഷകരെ കുറിച്ച് ആലോചിക്കാറേയില്ല എന്നുള്ളതാണ് വസ്തുത. So India can only be successful if our foundation, our farmer is respected and protected. ഇന്ത്യ വിജയകരമായ ഒരു രാജ്യമാവണമെങ്കിൽ, വികസിതമായ ഒരു രാജ്യമാകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നാടിന്റെ അടിത്തറയായ കർഷകർ അർഹിക്കുന്ന ആദരവ് അവർക്ക് നൽകുക എന്നുള്ളതാണ്. Now if we are sitting here and suddenly somebody came with a JCB and started digging the foundation of this building, everybody would stop him and say, you've gone crazy. ഇപ്പോ ഈ കെട്ടിടത്തിൽ നമ്മൾ ഇരിക്കുമ്പോ ആരെങ്കിലും ഒരാൾ ഒരു JCBയുമായി കെട്ടിടത്തിലേക്ക് കടന്നു വന്ന് ഇതിന്റെ തറയെ തകർക്കാൻ ശ്രമിക്കുമ്പോ നമ്മളെല്ലാവരും ഒരുമിച്ച് പറയും, അരുത്, അത് ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പാണെന്ന്. Everybody would say to him, listen, don't use this JCB because the whole building will collapse. അത് ചെയ്യരുത്, ചെയ്താൽ ഈ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് ഇവിടെയുള്ളവർ ഒരേ സ്വരത്തിൽ അത് ചെയ്യാൻ വരുന്നവരോട് പറയും. And yet the Prime Minister of India has signed a deal with President Trump that is like taking a JCB and digging the foundation of our country. ഇന്ത്യ രാജ്യത്തിന്റെ കർഷകരുടെ നിലനിൽപ്പിന്റെ അടിത്തറയെ തകർക്കുന്ന ഒരു ഒപ്പാണ്, ഒരു ഡീലാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. And nobody is saying anything. No media is saying anything. And media is not saying anything. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ, അതിനെ സംബന്ധിച്ച് ഒരു വാചകം പറയാൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. Indian farmers have small farms and low level of mechanization. ഇന്ത്യൻ കർഷകർ അവർ ചെറുകിടക്കാരാണ്, ചെറിയ കൃഷിയിടങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. American farmers have massive farms and high level of mechanization. അമേരിക്കയുടെ കർഷകർ അങ്ങനെയല്ല, അവർക്ക് വലിയ വലിയ വൻകിട കർഷകരാണ് അവർ. അവർക്ക് അവരുടെ അവരുടെ കാർഷിക മേഖലയിൽ മുഴുവൻ അവർക്ക് മെഷീൻ ഉൽപ്പന്നങ്ങൾ വഴി അവരുടെ കൃഷിയെ കൊണ്ടു നടക്കുന്നവരാണ്. It is a criminal act to allow access to the Indian agricultural market for American farmers. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻകിട കൃഷി ചെയ്യുന്ന ആളുകളെ ഈ ഇന്ത്യയുടെ പാവപ്പെട്ട കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And I can tell you with confidence that no Indian Prime Minister would do this. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു, മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു അപകടം ഈ രാജ്യത്തിനോട് ചെയ്യില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Allowing American farmers to sell soybean, corn, fruits in India, no Prime Minister would allow this. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിറ്റഴിക്കാൻ അവർക്ക് തുറന്ന അവസരം നൽകാൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും തയ്യാറാകുമായിരുന്നില്ല. Because it is going to destroy the foundation that we have built so carefully.
കാരണം അത് ഇന്ത്യയുടെ കർഷകന്റെ നിലനിൽപ്പിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നായി മാറും. The whole green revolution, the white revolution, these happened because we believed that we needed a foundation built in agriculture. ഇന്ത്യ രാജ്യം നേടിയെടുത്ത കാർഷിക രംഗത്തെ നേട്ടങ്ങൾ, ഹരിത വിപ്ലവം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ ക്ഷീര കർഷക മേഖലയിൽ ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ, ആ വിപ്ലവങ്ങളെല്ലാം തകർക്കപ്പെടാൻ കാരണമാകുന്ന നയങ്ങളാണ് ഈ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. For 4 months, the US-India deal was stuck, was not moving. 4 മാസത്തോളം ഇന്ത്യ അമേരിക്ക ഡീൽ അത് ഈ പറയുന്ന ട്രംപിന്റെ ഇടപെടൽ മൂലം അത് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. And I kept checking why it was stuck. അത് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. I was curious. എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. And the answer I kept getting is that it is stuck because of agriculture. അത് തടസ്സപ്പെട്ടു നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കാർഷിക മേഖല തന്നെയായിരുന്നു. Indian government does not want to open Indian agriculture to American companies. ആ തടസ്സപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സർക്കാരിന് ഇന്ത്യയുടെ പാവപ്പെട്ട കർഷകന്റെ ഈ ഉൽപ്പന്നങ്ങൾ വരുന്ന കാർഷിക മേഖല അത് അമേരിക്കയുടെ ഭീമന്മാർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണമെന്ന ആഗ്രഹം ഗവൺമെന്റിന് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. I checked this with multiple times with different people in government. ഞാൻ നിരവധി തവണ നിരവധി ആളുകളോട് ഇതേ സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അവരിൽ നിന്നെല്ലാം കിട്ടിയ ഉത്തരം അത്തരത്തിലുള്ളതായിരുന്നു. Nothing was moving. അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല, അതിന് അനക്കമുണ്ടായിരുന്നില്ല. President Trump was threatening the Prime Minister. അപ്പോഴാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അമേരിക്കയുടെ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണേണ്ടി വന്നത്. Then in the President's address, I started giving my speech. In the President's address in Parliament, I started giving my speech. അപ്പോഴാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ അനക്കമില്ലാതിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നപ്പോ പാർലമെന്റിൽ ഞാൻ പ്രസംഗിക്കാനായി ആഗ്രഹിച്ചു. They did not let me speak. പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും എന്നെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. Amit Shah got up. Prime Minister didn't allow me to speak. All the ministers were standing. Speaker stopped me again and again and again. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പ്രധാനമന്ത്രിയും വേണ്ടപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ആരംഭിച്ചു. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാർ നിരവധി തവണ ഒരു തടസ്സവാദം ഉന്നയിച്ചു. അതുമാത്രമല്ല, സ്പീക്കർ, രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ പാർലമെന്റിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്പീക്കർ, അദ്ദേഹം തന്നെ നേരിട്ട് നിരവധി തവണ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. For the first time in India's history, leader of opposition was not allowed to speak in the president's address. Never happened before. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് മറുപടി പറയുന്ന കാര്യത്തിലുള്ള തടസ്സം നേരിടേണ്ടി വരുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. Why were they stopping me? Because they knew I was going to speak about the 2 issues that have trapped the Prime Minister of India. എന്നെ തടസ്സപ്പെടുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റാൽ അതീവ ഗുരുതരമായ ഗൗരവതരമായ 2 കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ തയ്യാറായിരുന്നു. The first is 3.5 million Epstein files that have not yet been released. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്സ്റ്റീൻ ഫയലുകളുടെ പട്ടികയിൽ 3.5 മില്യൺ ഫയലുകൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഗുരുതരമായ സാഹചര്യം. Please understand, there are 3.5 million files which are still held secret by the US government. These files have information about the Prime Minister of India. 3.5 മില്യൺ സീക്രട്ട് ഫയൽസ്, രഹസ്യമായ ഫയലുകൾ എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നതിന്റെ കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരും ഉണ്ടായിരിക്കുമെന്ന ഭയമാണ് അവരെ ഭയപ്പെടുത്തിയിരുന്നത്. The information that has been released on Mr. Hardeep Puri and on Mr. Anil Ambani is targeted at the Prime Minister of India. ഹർദീപ് പുരി എന്ന കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചും അനിൽ അംബാനി എന്ന ഈ ഭരണകൂടത്തിന്റെ ഇഷ്ടപ്പെട്ട തോഴനായ വ്യവസായിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ
അത് അതിന്റെ ആരംഭം മാത്രമായിരുന്നു. ആ വിവരങ്ങളുടെ വഴി അത് നേരെ ചെന്നെത്തുമായിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കായിരുന്നു. And the second weapon held to the head of India's Prime Minister is the Adani case in America. രണ്ടാമത്തെ സമ്മർദ്ദം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുഭവിച്ചതും അത് തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടതും ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരൻ, ആ കോർപ്പറേറ്റിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില കേസുകൾ അമേരിക്കയിൽ സജീവമായി നിലനിൽക്കുകയായിരുന്നു. അതും ഇവരെ ഭയപ്പെടുത്തുന്ന ഘടകമായിരുന്നു. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് കേവലം വ്യവസായ മേഖലയിലെ ഒരു പ്രസ്ഥാനം മാത്രമല്ല. Adani is the financial infrastructure of the BJP and the Prime Minister of India. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും സാമ്പത്തിക സൗകര്യങ്ങളുടെ അടിത്തറയുടെ പേരാണ് ഗൗതം അദാനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the United States has put a case on Mr. Adani. Mr. Adani cannot leave the country today. ഇന്ത്യയുടെ ഈ വ്യവസായ പ്രമുഖനെതിരെ അമേരിക്കയിൽ വളരെ ഗുരുതരമായ ഒരു കേസ് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് രാജ്യം വിടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായ കേസ്. And the threat to the Prime Minister is very clear, that if you do not do what we want, we will release to everybody your entire financial architecture of you and the BJP. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രഹസ്യ വിവരങ്ങൾ ഓരോന്നും അത് ഞങ്ങൾ പുറത്തുവിടുമെന്നുള്ള ഭീഷണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മേലെ സമ്മർദ്ദമായി വന്നത്. These two reasons are the cause for the Prime Minister to take a JCB and start destroying India's foundation. ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കർഷകരെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ അടിത്തറക്ക് നേരെ JCBയുമായി വന്ന് അമേരിക്കയ്ക്ക് വേണ്ടി അതിനെ തകർക്കാനുള്ള നയങ്ങൾ ഈ കരാറിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. Indian farmers are being sacrificed so that the Prime Minister can protect himself and can protect the foundation, the financial foundation of the BJP. സ്വയ സംരക്ഷണത്തിന് വേണ്ടിയും തന്റെയും പാർട്ടിയുടെയും സാമ്പത്തിക അടിത്തറക്ക് വേണ്ടിയും ഇന്ത്യയുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട കർഷകരെയാണ് ഈ ഭരണകൂടം ബലി കൊടുത്തിരിക്കുന്നത്, കുരുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And we are not going to allow the farmers of India and Kerala to be sacrificed by the Prime Minister of India. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് അനുവദിക്കാൻ നമ്മൾ ഒരുക്കമല്ല. ഇന്ത്യയുടെ കർഷകനെ കുരുതി കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As far as Kerala is concerned, we are having a process of building our manifesto. I would encourage all of you to be part of that discussion and tell the people who are building the manifesto to include the points that you have raised. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജനങ്ങളുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളുന്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രകടന പത്രികയുടെ നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പരാതികൾ പറയാൻ വന്ന, നിർദ്ദേശങ്ങൾ പറയാൻ വന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ അത് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനും അതിനുശേഷം ജനങ്ങൾ എടുക്കുന്ന തീരുമാനപ്രകാരം വരുന്ന ഭരണ സംവിധാനത്തോട് അത് നടപ്പിലാക്കാൻ പറയാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And I think the next government in Kerala, the UDF government, should keep in mind that Kerala's foundation is Kerala's farmers and Kerala's laborers. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ അടിത്തറയും ഈ പാവപ്പെട്ട കർഷകർ തന്നെയാണ് എന്നുള്ള ഓർമ്മ ആ ഭരണകാലം മുഴുവൻ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന്. And instead of Kerala's farmers coming to the government with problems, Kerala's government should go to the farmers as a service provider. Instead of Kerala's farmers coming to the government with their problems, Kerala's government should go, next government should go to the farmers as a service provider. പരാതികളുടെ പരിവേദനങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ കർഷകർക്കുണ്ടാവാൻ പാടില്ല. അടുത്ത UDF ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു, അവർക്കുള്ള സേവനത്തിന്റെ പട്ടികയുമായി അവരെ ചെന്ന് കാണാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്ന സാഹചര്യം അതിവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന് അടുത്ത ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടും. What the farmers need is not very complicated. അവരുടെ ആവശ്യങ്ങൾ അത് ലളിതമാണ്. They need protection on price. അവർക്ക്
വില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉണ്ടായിരിക്കണം. Minimum support price. അവർക്ക് മിനിമം താങ്ങുവില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരിക്കണം. They need a cold chain and storage facilities. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കാനും സംഭരിക്കാനും അത് പ്രോസസ് ചെയ്യാനും കഴിയാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. And they need protection in difficult times. Protection in difficult times. അത് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണ കവചമായി ഒരു സർക്കാർ പ്രവർത്തിക്കണം. So, thank you very much for inviting me here. Thank you very much for inviting me here. And the final thing which I'd like to leave you with, I've been a member of Parliament of Kerala of Wayanad. ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. അവസാനമായി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ മനോഹരമായ നാടിന്റെ ജനപ്രതിനിധിയാവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള, ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. And I have seen with my own eyes the tragedy of man-animal conflict. എന്റെ കണ്ണുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന, നേരിൽ വന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ വന്യമൃഗ ശല്യത്തിന്റെ പേരിലുണ്ടാവുന്ന ദുരന്തങ്ങൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. This is a complicated problem, everybody understands. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. The next government is going to look at this problem with sensitivity and with a technological mindset. ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാൻ അടുത്ത ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടും. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കണം. അതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ പരമാവധി ഉപയോഗത്തോടെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ ജനതയെ മോചിപ്പിക്കാനുള്ള നടപടികൾ അടുത്ത ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to put together the best people to come out with a solution for this problem. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തെവിടെയാണെങ്കിലും ഇതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണോ കഴിയുന്നത് അവരുടെ സേവനം അടുത്ത ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കും എന്ന വാക്കും ഉറപ്പും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. We will try our best to reduce this problem as much as possible. മനുഷ്യ സാധ്യമായതിന്റെ അങ്ങേയറ്റം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും. Thank you very much. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം.